صدق الله مولانا العظيم. أكثروا ذكر هادم اللذات. قال رسول الله صلى الله عليه وسلم: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ അധ്യക്ഷരെ, ഉസ്താദുമാരെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി മിത്രങ്ങളെ, സദസ്യരെ, ഈ നബിദിന സംഗമത്തിന് സർവ്വവിധ ആശംസകളും. അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന ഒട്ടുമുഴുവൻ വിഷയത്തെക്കുറിച്ച് സംശയത്തിലാണ്. എന്നാൽ ഏത് വിഭാഗം മനുഷ്യർക്കും സംശയമില്ലാതെ ഉറപ്പിച്ച ഒരു കാര്യമാണ് മരണമെന്നുള്ളത്. മരണമെന്ന യാഥാർത്ഥ്യത്തെ സമ്മതിക്കാത്ത ജീവനുള്ള ഒരു വസ്തുവുമില്ല. ഭൂമിയിൽ ഗ്യാരണ്ടി ഇല്ലാത്ത സാധനം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയും മനുഷ്യനാണെന്ന്. ഞാൻ സംസാരിക്കുന്ന ഈ സ്പീക്കറിന് ഗ്യാരണ്ടിയുണ്ട്, പക്ഷേ സംസാരിക്കുന്ന എനിക്ക് ഗ്യാരണ്ടിയില്ല. വീട്ടിൽ നാം ഒരു ഫ്രിഡ്ജ് വാങ്ങിയാൽ, അല്ലെങ്കിൽ മിക്സി വാങ്ങിയാൽ, മറ്റേതെങ്കിലും വസ്തുക്കൾ വാങ്ങിയാൽ അതിന് 1 വർഷത്തെയോ 2 വർഷത്തെയോ വാറണ്ടിയും ലഭിക്കും. പക്ഷേ അത് വാങ്ങിയവന് വീട്ടിലെത്തുമെന്ന ഗ്യാരണ്ടി ഇല്ല. അതാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചത്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു ശരീരവും ഏത് ഭൂമിയിൽ വെച്ച് മരിക്കുമെന്നോ നാളെ എന്ത് പ്രവർത്തിക്കുമെന്നോ അറിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, നാം ആരും ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കുന്നവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ്. അങ്ങനെ മരിക്കാതെ ബാക്കിയാവുന്ന ആരെങ്കിലും ഈ ലോകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് പറ്റിയത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങൾ പോലും മരിച്ചു പോയില്ലേ? അവിടുത്തെ വഫാത്ത് ദിവസവും കൂടിയാണ് ഈ റബീഉൽ അവ്വൽ 12 എന്ന് നമുക്കറിയാം. നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്ന ഒരു അതിഥിയുണ്ട്. ആ അതിഥിയുടെ പേരാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ. നമുക്ക് വാടക കൊടുക്കാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിന്റെ പേരാണ് മയ്യത്ത് കട്ടിൽ. മരണത്തിന് വേണ്ടി എപ്പോഴും നാം തയ്യാറായി നിൽക്കണം, എപ്പോഴും അതിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അക്സിറൂ ദിക്റ ഹാദിമിൽ ലസ്സാത്ത്. എല്ലാ രസങ്ങളെയും കരിച്ചു കളയുന്ന മരണത്തെ നീ എപ്പോഴും ഓർമ്മിക്കുവിൻ. പ്രിയ സുഹൃത്തുക്കളെ, പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും പെരുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും മരണചിന്ത എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. കുറെ പ്രായമായാൽ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന അവസ്ഥ നമ്മുടെ ഇടയിൽ ഇല്ലല്ലോ. എത്ര ചെറുപ്പക്കാർ, കൂട്ടുകാർ അതേ 18ഉം 20ഉം വയസ്സ് പ്രായത്തിൽ ആക്സിഡന്റിലും അപകടത്തിലും പെട്ട് മരിച്ചു പോയത് ഞാൻ ഓർക്കുകയാണ്. ഈ മദ്രസയിൽ പഠിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ എത്ര പേർ മരിച്ചുപോയി. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. അവരെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല അവരുടെ ഖബർ ജീവിതം സന്തോഷമാക്കട്ടെ. ആമീൻ. അതാണ് ഇബ്നു നബാത്തത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഖുതുബയിൽ പറഞ്ഞത്, ഓ വയസ്സന്മാരെ, പഴം പഴുത്താൽ കളർ മാറിയാൽ ഉണങ്ങിയാൽ പിന്നെ പറിച്ചെടുക്കാറല്ലേ പതിവ്? എന്നാൽ ചിലപ്പോൾ ഇളനീരും പറിച്ചെടുക്കാറില്ലേ? അതേസമയം എലികുത്തിയും അല്ലാതെയും വെളിച്ചിങ്ങയും വീട് പോകാറില്ലേ? അതുകൊണ്ട് എന്നോടും എന്റെ കൂട്ടുകാരോടും കൂട്ടത്തിൽ എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരോടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മരിക്കുമെന്ന ചിന്ത നമുക്ക് വേണം. നടക്കുമെന്ന് വിചാരിച്ച് എന്തിലും ഏതിലും അമിതമായ കളി വേണ്ട. ഇപ്പോൾ ഇതാ നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് ലക്ഷങ്ങൾ ചെലവ് ചെയ്ത വിശാലമായ ഗ്രൗണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് കളിക്കാം. പക്ഷേ നിസ്കാരം കളാക്കിക്കൊണ്ടുള്ള കളി ആഫത്താണ്. മഗ്‌രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോഴും നിർത്താതെയുള്ള കളി കളിക്കാൻ ആരോഗ്യം തന്ന പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത കളിയാണ്. നമുക്ക് പീഡിക ബെഞ്ചിലിരിക്കാം, സംസാരിക്കാം, കുശലം പറയാം. പക്ഷേ പള്ളിയിൽ ഇശാഇന്റെ ജമാഅത്ത് നടക്കുമ്പോഴും നമ്മുടെ പ്രായം ചെന്ന ഉപ്പമാരും ഉപ്പാപ്പമാരും പള്ളിയിൽ പോകുമ്പോഴും അത് കണ്ടില്ലെന്ന് നടിച്ച്, ജമാഅത്ത് നടക്കുന്നത് അറിഞ്ഞില്ലെന്ന് നടിച്ച്, സൊറ പറഞ്ഞാൽ നമുക്ക് വെള്ളം തന്ന് രോഗം മാറ്റിയ
അദ്ദേഹം ഒരു പാട്ടുപാടി. കുട്ടികളെ, ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളി തീക്കളിയോർത്തോളി. മരണം എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, ഹിസാബ് എന്നൊരു കളിയുണ്ട്, അങ്ങനെ കളികൾ പലതുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, മരണം എന്ന ഭീകരതയെ വിട്ടുകടന്നാൽ തന്നെ പിന്നെ അഭിമുഖീകരിക്കാനുള്ളത് അതിനേക്കാളും വലിയ ഭീകരതാവസ്ഥയാണ്. വിശാലമായ ഭൂമിയിൽ നിന്നും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മെ കൊണ്ടുപോയി കിടത്തുന്നത് ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിൽ ഒരു ഇടുങ്ങിയ കുഴിയിലാണ്. അവിടെ ചരൽ തറക്കുന്നത് തടയാൻ ഒരു പായ പോലും വിരിച്ചു തരുന്നില്ല, ഒരു തലയിണ പോലും വെച്ചു തരുന്നില്ല. ഒരു മൊബൈൽ ഫോൺ വെച്ച് തന്നാൽ പോരും ഒരു ഫോണിനും അവിടെ റേഞ്ച് കിട്ടുന്നില്ല. അത് ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. അവിടെ എത്രയോ കാലം നാം കിടക്കണം. അത് ഓർത്തുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അടക്കം എത്രയോ മഹാന്മാർ ബുദ്ധിജീവികൾ ഖബർ കാണുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി കരഞ്ഞത്. ഒരു കവി പാടിയില്ലേ, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, എടയ്ക്ക് പകരം സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. പ്രിയ സുഹൃത്തുക്കളെ, തെറ്റുകളിൽ നിന്നും മാറി നിന്ന് മരിക്കുമെന്ന ചിന്തയിൽ നാം എപ്പോഴും ജീവിക്കണം. അല്ലാഹു തആല നമ്മുടെ ഖബർ ജീവിതം സന്തോഷമാക്കട്ടെ. നബി തങ്ങളുടെ ശഫാഅത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.